അവർ വളരെ നന്നായിട്ട് തുടങ്ങിയവരാണ്. ഉദാഹരണത്തിന് സോളമൻ വളരെ നന്നായിട്ട് തുടങ്ങിയ ആളാണ്, പക്ഷെ അവസാനിച്ചത് വളരെ മോശമായിട്ടാണ്. എന്നാൽ ബൈബിളിൽ വളരെ മോശമായിട്ട് തുടങ്ങിയ ആളുകളുണ്ട്, പക്ഷെ അവർ നന്നായി ഈ ഓട്ടം പൂർത്തിയാക്കി. അങ്ങനെ ഒരാളുടെ പേരാണ് ദാവീദ്, അങ്ങനെ ഒരാളുടെ പേരാണ് യാക്കോബ്, അങ്ങനെ ഒരാളുടെ പേരാണ് മോശ. ഒരുത്തനെ കൊന്നിട്ടാണ് വിളിച്ചു കൊടുത്തത് ചെറുപ്പത്തിൽ. എന്നാൽ ഒടുവിൽ അയാൾ മരിക്കുമ്പോൾ മോശയെ പോലെ മറ്റൊരു പ്രവാചകനെ ഇസ്രായേൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അയാളുടെ മരണത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മോശമായിട്ട് തുടങ്ങാം. ആരംഭിച്ചപ്പോൾ മോശമായിരുന്നു, ജീവിതത്തിൽ തെറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ കഥന വഴികളിലൂടെ, കങ്കാള വഴികളിലൂടെ, ചീഞ്ഞളിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങളിലൂടെ നടന്ന ജീവിതമാകാം. പാപത്തിൻ്റെ ഈ ചെളിക്കകത്തായിരിക്കും ചിലപ്പോൾ മുങ്ങിക്കിടന്നത്. യേശു വിളിക്കുകയാണ്, ഒരു മടങ്ങി വരവിന് സുവിശേഷം വിളിക്കുകയാണ്. നമുക്ക് തെറ്റുതിരുത്താൻ ഇതാ ദൈവം ഒരു ഓഫറുമായി വരികയാണ്. വചനം പറയുന്നുണ്ട്, യെശയ്യാ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം.